നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല കണ്ണൂർ ജയിൽ ഒരു പർദീസ. കൊടും കുറ്റവാളികൾക്കും കണ്ണൂർ ജയിൽ ഒരു പർദീസയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. കർശന സുരക്ഷ പാലിക്കേണ്ട ഇത്തരം ഇടങ്ങളിൽ നമ്മുടെ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതിന്റെ ഭയാനകമായ വീഴ്ചയാണ്, അല്ലെങ്കിൽ നേർക്കാഴ്ചയാണ് ഗോവിന്ദച്ചാമി എന്ന കൊടും കുറ്റവാളിയുടെ ജയിൽ ചാട്ടം. ജയിൽ വകുപ്പിന് സംഭവിച്ച ഗുരുതരമായ വീഴ്ചയാണിതെന്ന് അവർ സമ്മതിച്ചേ മതിയാകൂ. ഗോവിന്ദച്ചാമിയെ നാട്ടുകാരുടെ സഹായത്തോടുകൂടി പിടികൂടി. ജയിൽ ചാടിയ ശേഷം മുങ്ങിയ ഗോവിന്ദച്ചാമി പൊങ്ങിയത് ഒരു കിണറ്റിൽ നിന്നുമാണ്. 2011 ഫെബ്രുവരി 1 കൊച്ചി ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ കയറുമ്പോൾ സൗമ്യ എന്ന ആ 23-കാരി കരുതിയിരുന്നില്ല ഇത് തന്റെ അവസാനത്തെ യാത്രയാകുമെന്ന്. ഒറ്റക്കയ്യന്റെ കാമവെറിയുടെ മുൻപിൽ, ലൈംഗിക വൈകൃതത്തിന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാകാത്ത ആ സാധു പെൺകുട്ടിയെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടു. വീണവശയായി കിടന്ന ആ സാധുവിനെ തന്റെ കാമപൂർത്തീകരണത്തിനോടൊപ്പം കല്ലുകൊണ്ട് തലക്കടിച്ച കൊടും ക്രൂരനായ പിശാചാണ് അയാൾ. വിചാരണ കോടതി അയാൾക്ക് തൂക്കുകയർ നൽകി. ഹൈക്കോടതി അത് ശരിവെച്ചു എങ്കിലും സുപ്രീം കോടതി അതിന് ഇളവ് നൽകുകയാണ് ഉണ്ടായത്. കേരള സമൂഹം ഒന്നടങ്കം ആഗ്രഹിച്ചിരുന്നത് ഇയാളെ തൂക്കിക്കൊല്ലണമെന്നായിരുന്നു. എന്നാൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് അതിന് ലഭിച്ച തെളിവുകൾ പര്യാപ്തമായില്ല എന്നായിരുന്നു. സൗമ്യയുടെ ശരീരത്തിൽ നിന്നും ലഭിച്ച അയാളുടെ ബീജവും, കമ്പാർട്ട്മെന്റിൽ നിന്ന് കണ്ടെടുത്ത അയാളുടെ ഷർട്ടിന്റെ ബട്ടണും, സൗമ്യയുടെ ഹെയർ പിന്നും, നഖത്തിൽ നിന്ന് ലഭിച്ച ഗോവിന്ദച്ചാമിയുടെ തൊലിയുടെ അംശവുമൊക്കെ തെളിവുകളായിരുന്നു. ഇതൊക്കെ DNA ടെസ്റ്റിലൂടെ തെളിയിക്കപ്പെട്ടതുമാണ്. ഒറ്റക്കയ്യനായിരുന്നു എന്ന് സൗമ്യ മരിക്കുന്നതിന് മുൻപ് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു. സൗമ്യയുടെ ഫോൺ അയാൾ മോഷ്ടിച്ചു വിറ്റിരുന്നു. ആ ഫോൺ വിറ്റ ഇടത്തിൽ നിന്നുമാണ് അയാളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതും അയാളെ പിടികൂടാൻ സഹായിച്ചതും. ഗോവിന്ദച്ചാമിയെ തൂക്കിക്കൊന്നിരുന്നുവെങ്കിൽ അതൊരു ചരിത്ര സംഭവവും സമാന മനസ്ഥിതിക്കാർക്കുള്ള മുന്നറിയിപ്പുമായിരുന്നേനെ. പെൺകുട്ടികൾക്ക് വീടിന് പുറത്ത് സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു ചരിത്രമായേനെ. എന്നാൽ ജയിലിനുള്ളിൽ സമയാസമയം നല്ല ആഹാരവും കൃത്യമായ ഉറക്കവും വ്യായാമവും എല്ലാം ചേർന്ന് അയാൾ കൂടുതൽ കരുത്തനായി. ഇനിയും കൂടുതൽ നല്ല ആഹാരം വേണമെന്നും ബിരിയാണി വേണമെന്നും ഒക്കെ പറഞ്ഞ് ശാഠ്യം പിടിച്ച് വയലന്റായി ജയിൽ തല്ലിത്തകർത്തെന്ന വാർത്ത നമ്മളൊക്കെ അറിഞ്ഞതല്ലേ. കൊടും കുറ്റവാളികളെ സൂക്ഷിക്കുന്ന പ്രത്യേക ബ്ലോക്കിൽ ഒറ്റയ്ക്കൊരു സെല്ലിലാണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ജയിൽ ചാടിയപ്പോൾ അറിയുന്നു മറ്റൊരാൾ കൂടെ ഉണ്ടായിരുന്നുവെന്നും അയാൾ ഉറങ്ങിപ്പോയിരുന്നു എന്നും വാർത്തകളിൽ കേൾക്കുന്നു. പുലർച്ചെ 1:15 അയാൾ ജയിലിൽ ചാടുന്നത്. എന്നാൽ വെളുപ്പിന് 5 മണിക്കാണ് ജയിൽ അധികൃതർ ആ വിവരം അറിയുന്നത്. അതും ജയിൽ മതിലിൽ കണ്ട തുണിയിൽ നിന്നും. വീണ്ടും പോലീസിനെ വിവരമറിയിക്കാൻ 2 മണിക്കൂറോളം എടുത്തു. അതായത് പോലീസ് അറിയുന്നത് രാവിലെ 7 മണിക്ക്. രക്ഷപ്പെട്ട അയാൾക്ക് പിടിക്കപ്പെടുന്നത് വരെ ഏകദേശം 10 മണിക്കൂറോളം ലഭിക്കുകയുണ്ടായി. ഗോവിന്ദച്ചാമി കേരളം വിട്ടിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അയാളെ പിടികൂടാൻ സാധിക്കുമായിരുന്നില്ല. കാരണം അയാൾ യാചക മാഫിയയുടെ തലവൻ കൂടിയായിരുന്നു എന്നോർക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ അയാൾക്ക് അത്ര അധികം സ്വാധീനവും ഉണ്ടായിരുന്നു. ജയിൽ അധികൃതർ അയാളുടെ രക്ഷപ്പെടൽ ഉടൻ അറിഞ്ഞു കാണുമെന്ന് കരുതിയാകാം റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ പോയി രക്ഷപ്പെടാൻ ശ്രമിക്കാഞ്ഞത്. അവിടെയെല്ലാം കടുത്ത പോലീസ് നിരീക്ഷണവും തിരച്ചിലുമൊക്കെ ഉണ്ടായിരിക്കും എന്ന് അയാൾ കരുതിയിരിക്കാം. അതുകൊണ്ടായിരിക്കണം അയാൾ അവിടം വഴി പെട്ടെന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാതിരുന്നത്. ഗോവിന്ദച്ചാമിയെ അന്ന് പിടികൂടി ചോദ്യം ചെയ്ത സംഘത്തിലുണ്ടായിരുന്ന അഷ്റഫ് മണലാടി എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു, ചോദ്യം ചെയ്യുമ്പോൾ യാതൊരു കുറ്റബോധവുമില്ലാത്ത ഒരു കുറ്റവാളി, വൈകൃത മനസ്സിന്റെ ഉടമ. അയാൾ പോലീസിനോട് സൗമ്യയെ ബലാത്സംഗം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞത് പാൽപായസം കണ്ടിട്ട് ആരെങ്കിലും ഇട്ടിട്ട് പോകുമോ എന്നാണ്. അയാളുടെ ശരീരപ്രകൃതിയും മാനസികാവസ്ഥയും വെച്ച് അയാൾ എന്തും എങ്ങനെയും ബ്രൂട്ടലായി ചെയ്യുമെന്നാണ്. മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് വേറൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതിന് ഈ അടുത്ത് അയാൾക്ക് വീണ്ടും 10 വർഷം തടവ് ലഭിക്കുകയുണ്ടായി. വിചാരണ വേളയിൽ ഒരു വനിതാ ഡോക്ടർ കോടതിയിൽ വെച്ച് പോലീസിനോട് പറഞ്ഞിരുന്നു, അയാളുടെ നോട്ടം കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു എന്ന്. അയാൾ പറയുന്നത് ആണിനോടും പെണ്ണിനോടും എനിക്ക് ലൈംഗിക താല്പര്യം ഒരേപോലെയാണ്, അത് തീർക്കാൻ ആരെങ്കിലും കിട്ടിയേ മതിയാകൂ എന്ന്. തല പിളർന്നു കിടന്ന സൗമ്യയെ ആ സമയത്തും തന്റെ കാമപൂർത്തീകരണത്തിന് ഇരയാക്കിയ മനുഷ്യ മൃഗമാണ് അയാളെന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഒരുപക്ഷെ അയാളെ പിടികൂടിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പല സഹോദരിമാരും അയാളുടെ കൊടും പീഡനത്തിന് ഇരയാകുമായിരുന്നു. സൗമ്യയുടെ അമ്മ പറയുന്നത് മറ്റൊരാളുടെ സഹായമില്ലാതെ അയാൾക്ക് ഒരിക്കലും ജയിൽ ചാടാൻ കഴിയില്ല
എന്നാണ്. ഏതായാലും സൗമ്യയുടെ അമ്മ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അവനെ പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ല എങ്കിൽ ജനങ്ങൾ പിടികൂടുമെന്ന്. അതിസുരക്ഷിതമായ കണ്ണൂർ ജയിലിൽ നിന്നും അതിസുരക്ഷിതമായി തന്നെ കൊടും കുറ്റവാളികൾ രക്ഷപ്പെടുന്നു. ഇത് പൊതുസമൂഹത്തിൽ വളരെ ഭീതി ഉളവാക്കുന്നതാണ്. ജനങ്ങളെല്ലാം കൊണ്ടും പൊറുതിമുട്ടി ജീവിക്കുന്ന ഈ സന്ദർഭത്തിൽ കൊടും കുറ്റവാളികൾക്ക് ചൊല്ലും ചിലവും കൊടുത്ത ശേഷം തുറന്നു വിടുക കൂടി ചെയ്താൽ എന്തായിരിക്കും ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ? ഈ കുറ്റവാളികളെ പോലെ തന്നെ മറ്റൊരു വിധത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരും കുറ്റവാളികൾ തന്നെയാണ്. ഇവരിൽ 3 പ്രസന്റ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നടപടിയെടുക്കലുകളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നാൽ ഇപ്പോൾ അറിയുന്നത് ജയിൽ ചാടുന്നതിന് വേണ്ടി ഭക്ഷണം ക്രമീകരിച്ച് ശരീരഭാരം കുറച്ചു എന്നാണ്. 3 ബീപ്പകൾ ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വെച്ച് അതിനു മുകളിൽ ഈ ഒറ്റക്കയ്യൻ കയറി നിന്ന് ബെഡ്ഷീറ്റുകളിലൂടെ ഊർന്നിറങ്ങി രക്ഷപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. 3 മണിക്കൂർ ജയിൽ വളപ്പിൽ ഒളിച്ചിരുന്നതായും പറയപ്പെടുന്നു. ജയിലിന്റെ അഴിക്കമ്പികൾ മുറിച്ചത് അധികൃതർ അറിഞ്ഞില്ല. അത് മുറിക്കാൻ ഉപയോഗിച്ച ഹാക്സോ ബ്ലേഡ് എവിടെ നിന്നുമാണെന്നും അറിഞ്ഞില്ല. ശരീരഭാരം കുറച്ചത് എന്തിനാണെന്ന് അന്വേഷിച്ചില്ല. ഡ്രമ്മുകൾ എടുത്തുകൊണ്ടുവന്നതും ആരും അറിഞ്ഞില്ല. ഉണക്കാനിട്ടിരുന്ന ബെഡ്ഷീറ്റുകൾ എടുത്തതും അറിഞ്ഞില്ല. അങ്ങനെ ഒരു കാര്യവും അറിയാത്തവരും കേൾക്കാത്തവരും തിരക്കാത്തവരുമായ പാവം ജയിൽ ഉദ്യോഗസ്ഥന്മാർ. ഇവരിൽ പാവങ്ങളായ 3 പ്രസന്റ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പോലീസ് മേധാവി പറയുന്നു പോലീസ് ജാഗ്രതയോടെ പ്രവർത്തിച്ചുവെന്ന്. എന്നാൽ ജനങ്ങളല്ലേ കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിച്ചത്? ഇവിടെ സുരക്ഷിതമായ ജയിലിൽ നിന്നും ഗോവിന്ദച്ചാമി സുരക്ഷിതമായി രക്ഷപ്പെട്ടത് കാണുമ്പോൾ ഇവിടെ വേലി തന്നെ വിളവ് തിന്നതാണോ എന്ന് സംശയിച്ചു പോകാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.